ഒരല്പം നേരം നിൽക്കാൻ പറഞ്ഞ വലിയ പ്രയാസം. ആ പാവങ്ങൾ ഒരുപാട് നിന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവർ, അവരുടെ പ്രയാസം നമ്മളാരും നോക്കാറില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ചോദിക്കും, നിനക്കെന്താ ഇത്ര പണി, നിനക്കെന്താ ഇത്ര പണിയെന്ന് നമുക്ക് ചോദിച്ചാൽ മതി. ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ വൈഫ് എന്നോട് പറയും, വയ്യ ക്ഷീണമാണ് ബുദ്ധിമുട്ടാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കും, നിനക്കെന്താ ഇത്ര ജോലി? എന്നാൽ ഒരു ദിവസം വയലൊക്കെ നിർത്തിയിട്ട് എൻ്റെ ജോലി ഇക്ക ഒന്ന് ചെയ്യാൻ പറയും. അവൾ എന്നോടൊരിക്കൽ പറഞ്ഞു, എന്നാൽ ഒരു ദിവസം വയൽ നിർത്തിയിട്ട് ഞാൻ ചെയ്യുന്ന ജോലിയൊക്കെ രാവിലെ എഴുന്നേറ്റ് മക്കളെയൊക്കെ ഒന്ന് ഒരുക്കി വിട്ട്, അള്ളാഹുവേ നമ്മുടെ ഭാര്യമാർക്ക് സ്വർഗം കൊടുക്കണം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രാവിലെ നമ്മുടെ മക്കളെ സ്കൂളിൽ വിടുന്നത് ബദർ യുദ്ധം നടത്തുന്ന പോലെ. നമ്മുടെ മക്കളെ രാവിലെ ഒന്ന് ഞാൻ എന്താ മടന്നറിയോ, ഇവന്മാരെ ഒന്ന് വിളിച്ചുണർത്തുമ്പോൾ ഒരുത്തിനെ വിളിക്കും, അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോകും. ഒരു ദിവസം ഞാൻ വലിയ കാര്യത്തിനൊക്കെ വിളിച്ചു വരുത്തി, ഒന്നിനെ നോക്കിയപ്പോൾ ബാത്റൂമിൽ കയറി കുളിക്കാൻ പോയവരെ കാണുന്നില്ല, രണ്ടാമത്തെ ചെറിയ സാധനത്തിനെ കുളിക്കാൻ പോയവനെ കാണുന്നില്ല. പേടിച്ച് എന്ന് ബാത്റൂം തുറന്ന് നോക്കുമ്പോൾ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അളിയാനകത്ത് കയറിയിരുന്ന് ഉറങ്ങുക. വലിയ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ട് അതിനകത്തിരുന്ന് ഉറങ്ങുക. ഇവൻ എങ്ങനെ സ്കൂളിൽ പറഞ്ഞു വിടും സഹോദരികൾ? വല്ലാത്ത കഷ്ടപ്പാടാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരുമാറാകട്ടെ. സഹോദരിമാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എപ്പുകത്ത് നോക്കിയാലും വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത കളിയാണ്. ചിരിക്കുന്ന മുഖത്തോടെ നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരുപാട് ചിരിക്കുമ്പോൾ, ഒരുപാട് സന്തോഷിക്കുമ്പോൾ, ഒരുപാട് ആസ്വദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. നീ നിന്റെ കുടുംബത്തോടൊപ്പം, നിന്റെ കൂട്ടുകാരോടൊപ്പം നീ ആസ്വദിക്കുകയാണ്, വല്ലാതെ ചിരിക്കുകയാണ്, വല്ലാതെ തമാശ പറഞ്ഞ് കളിക്കുകയാണ്. മോനെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ ഏതു നിമിഷവും നിന്റെ റൂഹ് പിടിക്കാൻ നിന്റെ പുറകെ നടക്കുകയാ. എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമടോ. ഏത് നിമിഷം വേണമെങ്കിലും ഈ വാഴ പറയുന്ന ഞാൻ ഇന്ന് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ സംഘാടക കാരണം പടച്ചവനെ, മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. അല്ലാഹുവേ, രോഗം വേണമെന്നുമില്ല പടച്ചവനെ. മരിക്കണമെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. രോഗികളും ശരീരം തളർന്നു കിടക്കുന്നവര് മാത്രമല്ല മരിക്കുന്നത്, ഒരു രോഗവുമില്ലാത്തവന് പെട്ടെന്നങ്ങ് വീണ് മരിക്കുകയാ. ഒരു രോഗവുമില്ലാത്തവന് പടച്ചവനെ രാവിലെ കണ്ടവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല. അതാ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന മനുഷ്യനോ കഴിഞ്ഞ സഹോദരാ നിന്ന് നിപ്പിന് വീണ് മരിക്കുകയാണ്. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരുമടോ. ആ വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വജനങ്ങൾക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു കാര്യമാണ് മരണമുണ്ടെന്ന്. മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ആ വിശ്വാസമില്ലാത്ത ആരുമില്ല. ദൈവമില്ലെന്ന് പറയുന്നവനും വിശ്വാസമുള്ള കാര്യമാണ് മരിക്കുമെന്ന്. കാരണം മരിക്കുമെന്ന് പറഞ്ഞത് ആരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. അതാണ് പറഞ്ഞത് മരിക്കുമെന്ന്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിക അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു,
എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിൻ്റെ രുചി നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാ. അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്രയാകും. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ നന്നാക്കി തരുമാറാകട്ടെ. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുന്നതെന്ന് നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും മരണം എന്നെയും നിങ്ങളെയും തേടി വരാം. എപ്പോഴാണെങ്കിലും അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. ആ മരണം നമ്മളെ തേടി എപ്പോൾ വേണമെങ്കിലും വരാം. ഏത് സമയത്താണോ വരുന്നതെന്നറിഞ്ഞാലേ നമുക്ക് തയ്യാറായിരിക്കാൻ പറ്റൂ. പക്ഷേ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന്, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസമായപ്പോൾ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരും തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങളായപ്പോൾ ഒരു മലക്ക് വന്ന് റൂഹൂതി, ഒരു മലക്ക് വന്ന് റിസ്ക് എഴുതി, ഒരു മലക്ക് വന്ന് നമ്മുടെ ആയുസ് എഴുതി. എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. അതെപ്പോഴാണെന്ന് അള്ളാഹുവിനെ അറിയൂ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ അസ്റായിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിത് ചെയ്തു വെച്ചാൽ അൽഹംദുലില്ലാ നമ്മുടെ യാത്ര മനോഹരമാകും. അള്ളാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് വിജയിക്കുന്നവൻ. അവൻ ആ മരണം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറെടുക്കുക. എപ്പോഴാണെന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണം വരുമ്പോൾ നമ്മൾ വല്ലാത്ത പേടിയും നിലവിളിയും സങ്കടവും പ്രയാസമൊക്കെയാണ്. എന്നാലും മരണം വരുമ്പോൾ നമ്മൾ റെഡിയായിരിക്കണം. അള്ളാഹു നമുക്ക് തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തയ്യാറാകേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. നബിതങ്ങൾ പറയുകയാണ്, ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. തെറ്റു ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. പടച്ചവനെ, ഞാനും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, നിങ്ങളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നമ്മളാരും മലക്കുകളല്ല, മനുഷ്യന്മാരാണ്. എല്ലാവരും തെറ്റു ചെയ്യുമടോ. പടച്ചവനെ, ചിലതാ അറിയുന്നു, ചിലതറിയുന്നില്ല. ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് തന്നെ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും നമുക്കെടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പാപങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേടില്ല, പടച്ചവനെ, ആ പാപങ്ങളിൽ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ആ പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ആ
മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ തൗബ ചെയ്യണം സഹോദരാ. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല, തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. ആ തൗബയുടെ കവാടമടയ്ക്കുന്നതിന് മുമ്പ്, ആ തൗബയുടെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് വേണം മരണപ്പെടേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെയ്യണം സഹോദരാ. മരണം എപ്പോഴാണെന്നറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. പക്ഷേ മരണം എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കാരണം ഏത് സമയത്തും വരുമല്ലോ, ഏത് രാത്രിയിലും കടന്നു വരുമല്ലോ. എപ്പോ വേണമെങ്കിലും ഈ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. പടച്ചവനെ, അതിനു മുമ്പ് തൗബ ചെയ്യണമടോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മടിയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാൻ. എന്തിനാ സഹോദരാ മടി കാണിക്കുന്നത്? എടോ, നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരാൻ കഴിവുള്ളവനല്ലേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന أسرفوا على أنفسهم لا تقنطوا من رحمة الله. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, എന്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കു നബിയേ, അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കൂ. അവരെത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപച്ച അല്ല പറയുമ്പോ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പറയാ തയ്യാറായി പോരെ? ഇത് പറഞ്ഞാ തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങളെ തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അതാ മായിസ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? മായിസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കേൾക്കാത്തത് പോലെ പറഞ്ഞു, പോമായിസേ, പോമായിസേ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബിതങ്ങളെ കേൾക്കാത്തതുപോലെ പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു വിടുകയാണ്. മായിസ് മടങ്ങി പോവുകയാണ്, മായിസ് മടങ്ങി പോവുകയാണ്. മനസ്സിനൊരു സമാധാനമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വരികയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും നബിതങ്ങളുടെ മുമ്പിലേക്ക് മടങ്ങി വന്നു. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബ, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. സ്വഹാബ, മായിസ് എന്തോ വിളിച്ചു പറയുന്നു. കള്ളു കുടിച്ചവരെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. നിങ്ങളൊന്ന് നോക്ക് സഹാബ. സ്വഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കില്ല നബിയേ, മായിസ് കള്ളു കുടിക്കില്ല നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി മൂന്നാമത് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ.
എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം നബിയേ. പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമെന്ന് എനിക്കറിയാം, നാട് മുഴുവനും അറിയുമെന്ന് എനിക്കറിയാം, എല്ലാവരുടെ മുമ്പിലും നാണം കെടുമെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഞാനിത് പരസ്യമായി അങ്ങയുടെ മുന്നിൽ വന്ന് ഏറ്റു പറയുന്നതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ നബിയേ, അല്ലാഹു നീതിമാനാണെന്ന്, അല്ലാഹു നീതിമാനാണെന്ന് നിങ്ങളല്ലേ നബിയെ പറഞ്ഞത്? ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരാളെ 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ല. നബിയേ, ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയുന്നത്, ഇതിനൊരവസാനമുണ്ട് നബിയേ, ഇതിനൊരവസാനമുണ്ട് നബിയേ. പടച്ചവനെ, മരണം കൊണ്ടെങ്കിലും ഇതിന് അവസാനമുണ്ടല്ലോ. എന്നാ അല്ലാഹുവിന്റെ നരകത്തിൽ അവസാനമില്ലല്ലോ, പരലോകത്തെ ശിക്ഷയ്ക്കൊരവസാനമില്ലല്ലോ, അവിടെ മരണമില്ലല്ലോ നബിയേ, അവിടെ മരണമില്ലല്ലോ നബിയേ. ഈ ദുനിയാവിലൊരു മരണമുണ്ട്, ആ മരണത്തോട് അതിനൊരവസാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഏറ്റു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, സഹോദരാ ചിന്തിക്കടോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം അവിടെ നിന്ന് വിധിക്കുകയാണ്. അതാ മായിസിനെ എറിഞ്ഞുകൊല്ലാൻ, മായിസ് എന്ന് പറയുന്ന സ്വഹാബിയെ എറിഞ്ഞുകൊല്ലാൻ. അല്ലാഹുവേ, സ്വഹാബത്ത് അവിടെ നിന്ന് മായിസിനെ എറിയുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. പടച്ചവനെ, ശരീരം വേദനിച്ചപ്പോ മായിസ് എന്ന് പറയുന്ന സ്വഹാബി ഓടുകയാണ്, മായിസ് എന്ന് പറയുന്ന സ്വഹാബി ജീവനും കൊണ്ട് ഓടുകയാണ്. സ്വഹാബത്ത് പുറകെ പോയി. പടച്ചവന് അവസാനം മായിസ് ഓടി രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ, എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മായിസ്. നബിയേ, ശരീരം വേദനിച്ചപ്പോ മരണവെപ്ലാളത്തിൽ അറിയാതെ ഓടിയതാ നബിയേ, അറിയാതെ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷതാ നബിയേ, ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കു നബിയേ. അവസാനമായി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് മരണപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ഒരുപാട് നാട് കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ആ മായിസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു വരുമ്പോ സ്വഹാബത്ത് പരസ്പരം പറയുകയാണ്, അതാ വ്യഭിചരിച്ച് എറിഞ്ഞു കൊല്ലപ്പെട്ട മായിസിന്റെ ഖബറാ. മായിസിന്റെ ഖബർ നോക്കിയിട്ട് കൂടെ വന്ന സ്വഹാബത്ത് പരസ്പരം പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖമങ്ങ് വാടുകയാ, നബി തങ്ങളുടെ മുഖമങ്ങ് ചുമക്കുകയാ. നബി തങ്ങൾ പറഞ്ഞു, സ്വഹാബാ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയല്ലേ. മായിസിന്റെ ഖബറിനകത്ത് സ്വർഗത്തിന്റെ പരിമളമുണ്ട് സ്വഹാബാ. മായിസ് സ്വർഗത്തിലാ സഹാബാ. മായിസിന്റെ തൗബയോളം വലിപ്പമുള്ള ഒരു തൗബയില്ല സ്വഹാബാ എന്ന് നബി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ, എന്തിനാണ് ഞാനിത് പറഞ്ഞതെന്നറിയോ? സഹോദരാ, തൗബ ചെയ്യണേ, അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയണേ. അല്ലാഹു നീതിമാനാണ്. ഇവിടെ വെച്ച് തന്നെ അതിന്റെ ശിക്ഷ അനുഭവിച്ചാൽ
മായിസ് എന്ന് പറയുന്ന സഹാബി നബിതങ്ങളുടെ മുമ്പിൽ ചെന്നിട്ട് എനിക്ക് ശിക്ഷത എന്ന് പറയാനുള്ള കാരണമെന്താ? എന്നെ എറിഞ്ഞുകൊല്ലും, നാട്ടുകാരറിയും, നാണം കെടും, എല്ലാം ശരി തന്നെ. പക്ഷെ ഇതിനൊക്കെ ഒരവസാനമുണ്ട്, മരണത്തോടു കൂടി എല്ലാം തീരും. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ചെന്നാൽ അവിടെ മരണമില്ല, അവിടുത്തെ ശിക്ഷയ്ക്കൊരു കുറവുമില്ല. പടച്ചവനെ കാലാകാലം ശിക്ഷയാ. അപ്പം അതുകൊണ്ട് ഇവിടെ ശിക്ഷ ഏറ്റുവാങ്ങിയാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ രണ്ടാമതൊരു ശിക്ഷയില്ല. അള്ളാഹു എന്നോട് കരുണ കാണിക്കും, അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷത എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മളും ജീവിതത്തിൽ തെറ്റ് ചെയ്യുന്നവരാ. ആ തെറ്റിങ്ങനെ ചുമന്നുകൊണ്ട് നടക്കലല്ല, നമ്മൾ ചെയ്ത തെറ്റ് നമ്മൾ ഏറ്റുപറയണം, അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിക്കണം. അതിനേക്കാളും വലുതൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. പക്ഷേ നമുക്ക് മനസ്സുണ്ടാകുന്നില്ല. നമ്മൾ വീണ്ടും 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 ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരെണ്ണം ചെയ്യുമ്പോഴേ തങ്ങൾ പറയുന്നത്, ഒരു മനുഷ്യനൊരു തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. അങ്ങനെ പുള്ളികൾ വീണ് 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 അവൻ്റെ ഹൃദയം തന്നെ കറുത്തുപോയി. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ നമുക്ക് പേടിയുണ്ടാകുന്നില്ല, തെറ്റ് ചെയ്യാൻ നമുക്ക് ഭയമുണ്ടാകുന്നില്ല. എന്നാൽ തെറ്റ് ചെയ്താൽ അള്ളാഹുവിൻ്റെ മുമ്പിലൊന്ന് ഏറ്റുപറയാനുള്ള മനസ്സുപോലും നമുക്കില്ലാതെ പോകുന്നു. അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടതുപോലെ വെറുതെ കിടന്നു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയേണ്ടതുപോലെ പറയണം. അതിന് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ദുആ ഒന്നും വേണ്ട, 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനയൊന്നും വേണമെന്നില്ല, നിലവിളിക്കണമെന്നില്ല. പറയുന്നത് ഒരു വാക്കാണെങ്കിലും ആ വാക്കിനകത്ത് ഇഖ്ലാസ് ഉണ്ടാകണം. ആ പറയുന്നത് ഒരു വാക്കാണെങ്കിലും ചുമ്മാതെ കടന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഏതുപോലെ പറയണം. തൗബ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യേണ്ടത്? അതിന് ഞാനൊരു ഉദാഹരണം പറയാം. എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ ദുആ ചെയ്യേണ്ടത്? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുമ്പോൾ, ഉമർ തങ്ങൾ ഖലീഫയായിരിക്കുന്ന സമയം രാത്രി കാലങ്ങളിൽ ഉമർ തങ്ങൾ ഇറങ്ങി നടക്കാറുണ്ട് തൻ്റെ ജനതയുടെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ. ഒരിക്കൽ ഉമർ തങ്ങൾ ഇങ്ങനെ ഇറങ്ങി നടന്നു പോകുമ്പോൾ ഒരു മനുഷ്യൻ ഉമർ തങ്ങളുടെ ഓപ്പോസിറ്റ് അവിടെ നിന്ന് നടന്നു വരുന്നുണ്ട്. രണ്ടുപേരും മുഖാമുഖം കണ്ടു. ഒരേ വഴിയിലൂടെയാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു വരുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല നോക്കുമ്പോൾ തൻ്റെ എതിരെ ഒരാൾ നടന്നു വരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമർ തങ്ങൾക്ക് പരിചയമുള്ള ആളാണ് വരുന്നത്. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വല്ലാത്ത ഭയമായി. കാരണം തൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാണ്. തൻ്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാണ്. ആ കള്ളും പിടിച്ചിട്ടാണ് ആ മനുഷ്യൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നു വരുന്നത്. വിപരീത വരെ ഇവിടെ നിന്ന് അങ്ങോട്ട് വരുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, രാജ്യത്തിൻ്റെ ഭരണാധികാരിയാ. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഭരണാധികാരി, ഒരു നിയമത്തിൽ അല്പം പോലും വെള്ളം കലർത്താത്ത ഭരണാധികാരി. ആ ഉമർ തങ്ങളാണ് എതിരെ വരുന്നത്. ആ മനുഷ്യന്റെ കയ്യിൽ 2 കുപ്പി കള്ളിരിക്കുകയാ. ഈ മനുഷ്യന്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ സങ്കടം എന്താ? ഉമർ തങ്ങൾ വിചാരിച്ചിരിക്കുന്നത് ഈ മനുഷ്യൻ ഏറ്റവും നല്ല മനുഷ്യനാണെന്നാ. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത സങ്കടമായി. അദ്ദേഹം നടന്നു വരുന്ന വഴിയിൽ കണ്ണടച്ചു പിടിച്ചു. എന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, ഞാൻ ചെയ്യുന്നത് പാപമാ അല്ലാ, ഞാൻ ചെയ്യുന്നത് തെറ്റാണ് പടച്ചവനെ, എനിക്കതിൽ കുറ്റബോധമുണ്ട് റഹ്മാനെ. പടച്ചവനെ, എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റിൽ. അള്ളാഹുവേ, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല അല്ലാ. ആ മനുഷ്യൻ മനസ്സിൽ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാൻ കള്ളു കൊണ്ടുവരികയാ, ഞാൻ ചെയ്യുന്നത് പാപമാണ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാപമാണ്, ചെയ്തു പോയതിന് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട്, ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല. അള്ളാഹുവേ, നീ എൻ്റെ ഉമറിൻ്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം, ഉമറിന്റെ മുമ്പിൽ നീ എന്നെ രക്ഷപ്പെടുത്തണം. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ആ ഉമർ തങ്ങളുടെ ഓപ്പോസിറ്റിൽ അതാ കടന്നു വരുന്ന കള്ളു പിടിച്ചു കൊണ്ടുവരുന്ന മനുഷ്യൻ പറയുകയാ, ചെയ്യുന്നത് പാപമാ അല്ലാ, ചെയ്യുന്നത് പാപമാ അല്ലാ. സമ്മതിക്കുന്ന പടച്ചവനെ സ്വലാം പറയുകയാണ്. ആ മനുഷ്യനോട് ചോദിക്കുന്നു, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? 2 കുപ്പി കള്ളുമായി നടന്നു വന്ന മനുഷ്യനുണ്ടല്ലോ, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിച്ചു, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്താണ്? ആ മനുഷ്യനറിയാം അത് കള്ളാണെന്ന്. ആ മനുഷ്യനറിയാം എൻ്റെ കയ്യിലിരിക്കുന്നത് കള്ളാണെന്ന്. എന്നിട്ടും ആ മനുഷ്യൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ല ഖലീഫ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുർക്കയാണ് ഖലീഫ, എൻ്റെ കയ്യിലിരിക്കുന്നത് സുർക്കയാണ്. ആ മനുഷ്യനെ പെട്ടെന്ന് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ മനുഷ്യന്റെ കയ്യിലിരുന്ന കള്ളിന്റെ കുപ്പിയങ്ങ് മേടിക്കുകയാണ്. അത് തുറന്നു നോക്കുമ്പോ സുർക്കയായി മാറിയടോ. ആ കള്ള് സുർക്കയായി മാറിയടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വെറുതെ പറഞ്ഞാ പോരാ. അല്ലാഹുവിലുള്ള വിശ്വാസം, ഈ ചരിത്രം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഒന്നാ മനുഷ്യനറിയാമ കള്ളാണെന്ന്, കയ്യിലിരിക്കുന്നത് കള്ളാണെന്നറിയാ. എന്നിട്ട് ആ മനുഷ്യൻ അള്ളാനോട് പറയുകയാ, പടച്ചവനെ എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ. അതിലെ ഒന്നാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? ആ മനുഷ്യൻ അല്ലാഹിൽ പ്രതീക്ഷ വെച്ചടോ. ആ മനുഷ്യൻ അറിയാം എൻ്റെ റബ്ബെന്നെ കൈവിടില്ലെന്ന്, എന്നെ നാണം കെടുത്തില്ല എന്ന് ആ മനുഷ്യൻ ഉറപ്പുണ്ടായിരുന്നു. അത്രയും ഇഖ്ലാസോടുകൂടിയാണ്, ഒരിക്കലും എൻ്റെ റബ്ബെന്നെ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയോടെയാണ് ആ മനുഷ്യനെ കള്ള് സുറക്കയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് പടച്ചവൻ ആ മനുഷ്യനെ സഹായിച്ചടോ. ഈ ചരിത്രം പറയുന്ന രണ്ടാമത്തെ ഗുണപാഠം എന്തെന്നറിയോ? കള്ള് കുടിക്കുന്നവനാകട്ടെ, പലിശ പേടിക്കുന്നവനാകട്ടെ, വ്യഭിചരിക്കുന്നവനാകട്ടെ, ഏതു മനുഷ്യനാണെങ്കിലും അവനെ നാണം കെടുത്താൻ പാടില്ലടോ. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട്. ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അത്രയും വിലയുണ്ട്. ആ മനുഷ്യനെ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിയിട്ട് ഇവൻ കള്ളുകുടിയനാണ്, ഇവൻ കഞ്ചാവടിക്കുന്നവനാണ്, ഇവന് കള്ളനാണ്, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തി ഒരു മനുഷ്യന്റെ ഇസ്സത്ത് നഷ്ടപ്പെടുത്തുന്നത്, അതിന്റെ വില നമുക്കറിയാഞ്ഞിട്ടാണ് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബാലയത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അല്ലാഹു കഅബയെ നോക്കിയിട്ട് പറയുകയാണ്, നിനക്ക് വല്ലാത്ത സുഗന്ധമാണ് കഅബേ, നിനക്ക് വല്ലാത്ത സുഗന്ധമാണ്. പടച്ചവനെ, നിന്നെ എല്ലാവർക്കും വല്ലാത്ത ഇഷ്ടമാണ്. എല്ലാവരും നിന്നെയൊന്ന് കാണാൻ, നിന്നെ വന്നൊന്ന് തൊടാൻ എല്ലാവരും കൊതിക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അല്ലാഹു നിന്നെ അലങ്കരിച്ചിരിക്കുന്നത്. നിനക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ട്, വല്ലാത്ത മഹത്വമുണ്ട്. നബി തങ്ങൾ കഅബാലയം നോക്കിയിട്ട് പറയുകയാ. എന്നിട്ട് പറഞ്ഞു, കഅബേ, ആ കഅബാലയത്തെ നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഇസ്സത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ നിന്നെക്കാളും സ്ഥാനമുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാ, കഅബാലയത്തോട് പറഞ്ഞു, നിനക്ക് വലിയ സ്ഥാനവും ആദരവും ബഹുമാനമൊക്കെ ഉണ്ട്. നിന്നെ കാണാനും തൊടാനും ഒക്കെ മനുഷ്യൻ കൊതിക്കാറുണ്ട്. സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൊണ്ടാണ് അള്ളാഹു നിന്നെ അലങ്കരിച്ചത്. നീ ഭൂമിയുടെ മധ്യഭാഗത്താണ്, അർശിൻ്റെ നേരെ താഴ്ഭാഗത്ത കാര്യങ്ങളൊക്കെ ശരി തന്നെ. പക്ഷേ നിന്നെക്കാളും അള്ളാഹുവിൻ്റെ മുമ്പിൽ വിലയുണ്ട് ഒരു മനുഷ്യൻ്റെ ഇസ്സത്തിന്. ഒരു ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറയുക, ഇവൻ കഞ്ചാബ് കേസിലെ പ്രതിയാ, ഇവൻ കള്ളുകുടിയനാ. എടോ, അവൻ കള്ളു കുടിക്കുന്നവനാണെങ്കിലും അവനെ നാണം കെടുത്താൻ പാടില്ല, അവനെ മോശക്കാരനാക്കാൻ പാടില്ല. അവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങിയവനാണെങ്കിൽ അവൻ രക്ഷപ്പെടും. നീ എന്ത് ചെയ്യും? എൻ്റെ ചോദ്യം അതാ. ഒരു തെറ്റ് ചെയ്ത ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പശ്ചാത്തപിച്ചു മടങ്ങി, അള്ളാഹ് അവന് പുറത്തു കൊടുത്തു, നീ എന്ത് ചെയ്യും? നീ ചോദിക്കുന്ന ചോദ്യം, ഉസ്താദെ, അവൻ ചെയ്തതല്ലേ പറഞ്ഞ്, ചെയ്തത് പറയാൻ പാടുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, അത്രയും ഗൗരവം നമ്മളതിന് കൊടുക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ആ മനുഷ്യൻ അള്ളാഹുവിനോട് പറയുക, പടച്ചവനെ, എന്നെ നീ ഇന്ന് രക്ഷപ്പെടുത്തിയാൽ ഇനി ഒരു കാലത്തും ഞാൻ ചെയ്യില്ല. എന്തു ധൈര്യത്തിലാണ് ആ മനുഷ്യൻ പറഞ്ഞത്, എൻ്റെ കയ്യിലിരിക്കുന്നത് സുറുക്കയാണെന്ന്. അതിനാടോ തൗബ എന്ന് പറയുന്നേ?